ഞങ്ങൾക്ക് അഭയം തരണം നബിയേ, സമ്മതം, നിങ്ങൾ എന്റെ അതിഥികളാണ്, നിങ്ങൾക്ക് ഭക്ഷണം ഇതാ 3 ആടുകൾ നമുക്കുണ്ട്, ആ ആടുകളുടെ പാല് കറന്നു വെച്ച് നമ്മൾ 4 പേരായി ഓഹരി വെക്കും, ഓരോരുത്തരും ഓരോ കപ്പ് പാല്, രാത്രി അതാണ് ഭക്ഷണം, ഉച്ചക്കും അത് തന്നെയാണ്. ധാരാളം മതി നബിയേ, ഞങ്ങൾക്ക് സന്തോഷമായി. ഫകുന്നാ നഹ്ചലിബു ഫയശ്റബു കുല്ലു ഇൻസാനിൻ നസീബ, ഞങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഓഹരി വെച്ച പാല് തന്നെ കുടിക്കും. അങ്ങനെ ഒരു ദിവസം എന്റെ അരികത്തേക്ക് പിശാച് കടന്നു വന്നു എന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. മറ്റൊന്നുമല്ല, രാത്രി വിശക്കുന്നുണ്ട്, ഹബീബിന്റെ 1 കപ്പ് പാല് അടുക്കളയിൽ തന്നെ കിടക്കുന്നു, നബി തങ്ങൾ ഇതുവരെ വന്നിട്ടില്ല, സമയം വൈകിയല്ലോ, ഇനി ഹബീബ് വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരുന്നത്. എന്റെ 2 കൂട്ടുകാർ മദീന പള്ളിയിൽ കിടക്കുകയാണ്, ഞാനാണെങ്കിലോ ഹബീബിന് എടുത്തു വെച്ച പാല് എനിക്ക് കുടിക്കണം എന്ന ആഗ്രഹത്തിൽ എന്റെ മനസ്സിൽ പിശാച് പലതും പറഞ്ഞു. നബി തങ്ങൾ അൻസ്വാരികളുടെ വീട്ടിലേക്കല്ലേ പോയത്, അവര് ഭക്ഷണം കൊടുക്കുന്നവരാ, അവര് നബി തങ്ങളെ സൽക്കരിക്കുന്നവരാണ്, അതുകൊണ്ട് പുണ്യ നബി ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരുന്നത്. പിശാച് പറഞ്ഞ് മിഖ്ദാദ് എന്നവർ ഹബീബിന്റെ പാല് കുടിച്ചു റളിയല്ലാഹു അൻഹു, തങ്ങൾക്ക് വേണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് മനസ്സിനുള്ളിലേക്ക് സങ്കടം കടന്നു വരുന്നത്. ഹബീബായ നബി തങ്ങളെങ്ങാനും വിശന്നുകൊണ്ടാണ് വരുന്നതെങ്കിൽ ആ പാലിന്റെ 1 കപ്പ് പാല് നബി തങ്ങൾക്ക് വേണമെന്നിരിക്കെ ഞാനത് കുടിച്ചു തീർത്തു കഴിഞ്ഞല്ലോ, ഇനി ഹബീബായ നബി തങ്ങളെങ്ങാനും വരികയാണെങ്കിൽ എന്നോട് നബി തങ്ങൾ പിണങ്ങുമോ, എന്നോട് ദേഷ്യം തോന്നുമോ, എനിക്കെതിരെ പ്രാർത്ഥിക്കുമോ? വൈഹക യാ മിഖ്ദാദ്, മിഖ്ദാദേ നീ എന്ത് ചെയ്തുവെന്ന് എന്റെ ശരീരം എന്നോട് ചോദിക്കാൻ തുടങ്ങി. വൈഹക് മാദാ സനഅത് അശരിബ്ത ശറാബ മുഹമ്മദിൻ, ഹബീബായ നബി തങ്ങളുടെ ഭക്ഷണമല്ലേ നീ കഴിച്ചത് എന്ന് സ്വന്തം ശരീരം ചോദിക്കാൻ തുടങ്ങി. ഇതാ ഹബീബായ നബി തങ്ങൾ വരുന്നു, ഹബീബായ നബി തങ്ങൾ ഫയദഉ അലൈക്, എന്റെ ശരീരം എന്നോട് പറയാൻ തുടങ്ങി, നബി തങ്ങൾ നിനക്കെതിരെ ദുആ ചെയ്യും. ഫതഹ്ലിക, അങ്ങനെ മിഖ്ദാദേ നിങ്ങൾക്ക് നാശം സംഭവിക്കും. ഫതദ്ഹബു ദുനിയാക വആഖിറതുക, ഞാൻ പേടിച്ചു, വല്ലാതെ പേടിച്ചു, വേണ്ടായിരുന്നു, 1 കപ്പ് പാലല്ലേ ഞാൻ കുടിക്കേണ്ടതില്ലായിരുന്നു, വല്ലാത്ത സങ്കടായി. ഹബീബായ നബി തങ്ങൾ വരുമ്പോൾ ഉറങ്ങിയതുപോലെ കിടക്കാം. ഹബീബായ നബി തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു മഹത്വം ഇവിടെ കാണാൻ കഴിയും. മിഖ്ദാദ് എന്നവർ പറയുന്നു, അലയ്യ ശംല ഇദാ വളഅതുഹാ അലാ ഖദമി ഖറജ റഅസി, എനിക്കൊരു പുതപ്പുണ്ട്, കാല് പുതച്ചാൽ തല പുറത്ത്, തല മറച്ചു കഴിഞ്ഞാൽ കാല് പുറത്ത്. ഞാൻ തലയും മൂടി ഒരു കിടത്തം കടന്നു, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഹബീബ് വരുന്നത് ഞാൻ കാത്തിരിക്കുകയാണ്. നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരിക എന്ന പ്രതീക്ഷയിൽ ഹബീബിന്റെ പാല് കുടിച്ചിട്ടാണ് മിഖ്ദാദ് എന്ന നബിയുടെ അതിഥി പരിശുദ്ധ പള്ളിയിൽ കിടക്കുന്നത്. തങ്ങൾ കടന്നു വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫസല്ലമ കമാ കാന യുസല്ലിം. ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം പറയുന്ന ഹബീബ്. ثم أتى المسجد, സലാം പറഞ്ഞു, പള്ളിയിൽ കയറി. ഫസല്ലാ, മസ്ജിദിൽ 2 റക്അത്ത് ഹബീബ് നിസ്കരിച്ചു. പുണ്യനബി പാല് കുടിക്കുന്നിടത്തേക്ക്, പാല് വെച്ചിടത്തേക്ക് പോകുന്നത് മിഖ്ദാദ് എന്നവർ അറിയുകയാണ്. നബി തങ്ങൾ സലാം പറഞ്ഞ ഒരു മഹത്വമുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഉണരാതെ, എന്നാൽ ഉണർന്നു കിടക്കുന്ന ഒരാൾ കേൾക്കത്തക്ക വിധം, ഉറങ്ങിയ ആളുടെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഉറങ്ങാതെ കിടക്കുന്ന ഒരാൾക്ക് കേൾക്കാനും പറ്റുന്ന ശബ്ദത്തിലാ പുണ്യനബി സലാം പറയുന്നത്. മിഖ്ദാദ് എന്നവർ മെല്ലെ അത് കേട്ടു, എന്നാൽ അറിയാത്ത പോലെ കിടന്നു. ഹബീബ് പാല് വെച്ചിടത്തേക്ക് പോവുകയാണ്. فكشف عنه فلم يجد فيه شيئا, പാലിന്റെ പാത്രം കോപ്പ നബി തങ്ങൾ തുറക്കുന്നതൊക്കെ മിഖ്ദാദ് എന്നവർ അറിയുന്നു.
അതിൽ പാലില്ലെന്നും നബി ഞങ്ങൾ അറിയുന്നു. പുണ്യ നബി ഇതാ ആകാശത്തേക്ക് കൈയുയർത്താൻ പോവുകയാണ്. മിഖ്ദാദ് എന്നവർ കണ്ണിലൂടെ കാണുന്നുണ്ട് ആ നേരിയ വെളിച്ചത്തിൽ. അല്ലാഹുവേ, എന്റെ പാല് കുടിച്ചവനെ നീ നശിപ്പിക്കണേ എന്ന് പറയുമോ എന്ന് പേടിച്ചിരിക്കുമ്പോ പുണ്യ നബി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. പടച്ചവനെ, ഭക്ഷണമില്ല റബ്ബേ, വിശക്കുന്നുണ്ട്, കുടിക്കാനൊന്നുമില്ല റബ്ബേ, ദാഹമുണ്ട്. ആരാണോ എനിക്ക് ഭക്ഷണം തരുന്നത് അവർക്ക് സ്വർഗത്തിലെ ഭക്ഷണം നീ കൊടുക്കണേ. ആരാണോ എനിക്ക് കുടിക്കാൻ കൊണ്ടുതരുന്നത് അവർക്ക് നീ ദാഹം തീർത്ത് കൊടുക്കണമേ എന്ന് പുണ്യ നബി ദുആ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീനല്ലേ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എതിരായി ദുആ ചെയ്യുമോ എന്ന് പേടിച്ചപ്പോൾ ദുആ ചെയ്യുന്നത്, എനിക്ക് ഭക്ഷണം തരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് ചാടി എണീറ്റിട്ട് മഹാനവറുകൾ പറയുന്നു, എന്റെ റസൂൽ ദുആ ചെയ്തല്ലോ, എനിക്ക് ഭക്ഷണം നൽകുന്നവർക്ക് ഭക്ഷണം കൊടുക്കണേ. ഈ രാത്രിക്ക് രാത്രി ഹബീബിന് വേണ്ടി ആടിനെ അറുത്ത് ഞാൻ പാകം ചെയ്തു വേവിച്ച് നബി തങ്ങൾക്ക് കൊടുക്കും. ചാടി എഴുന്നേറ്റു. കത്തിയുമായി ഓടുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ, എങ്ങോട്ടാണ് നിങ്ങൾ ഓടുന്നത്? അപ്പൊ ഉറങ്ങിയില്ലായിരുന്നു. ഇപ്പൊ വരാം നബിയെ, ഇപ്പൊ വരാം. എന്നിട്ട് മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ഞാൻ ആടിന്റെ അകിടുകൾ മെല്ലെ ഒന്ന് തടവി നോക്കി. പാല് കറന്നു വെച്ച ആടുകളാണിത്. ഇനി ഒരിക്കലും നേരം പുലരുന്നതിന് മുമ്പ് ഇനി അകിടുകൾ നിറയാൻ സാധ്യതയില്ല. പക്ഷേ മുഅ്ജിസത്തൻ ലിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. ആടിന്റെ അകിടുകൾക്ക് പാല് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ വിചാരിച്ചു, എന്നാൽ അറവ് നടത്തണ്ട, ആടിനെ അറുക്കരുത്. അങ്ങനെ പാല് കറന്നു, ഒരുപാട് പാല് കിട്ടി. ഹത്താ അലതുഹു റഗ്വ, ഞാൻ ആ പാത്രത്തിൽ നുര പൊന്തുന്നവരെ പാല് കറന്നു. എന്നിട്ട് ഹബീബിന്റെ അരികത്തേക്ക് വന്ന് പറഞ്ഞു, ഇശ്റബ് യാ റസൂലല്ലാഹ്, കുടിക്കൂ നബിയേ, അല്ലാഹുവിന്റെ ദൂതരെ. ഇശ്റബ്, ഇനിയും കുടിച്ചോളൂ. ഇശ്റബ്, ഇനിയും കുടിക്കൂ നബിയേ. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ദാഹവും വിശപ്പും നബി തങ്ങൾക്ക് മാറി എന്ന് വന്നപ്പോൾ ലഹിഖ്തു, ഞാനങ്ങ് ചിരിച്ചു എന്ന് പറഞ്ഞു മിഖ്ദാദ് എന്നവര്. ഞാൻ എന്നിട്ട് ഇസ്തൽഖൈതു അലാ ഖഫായ, ഞാൻ പള്ളിയിൽ മലർന്നങ്ങോട്ട് വീണു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് വീണു. പുണ്യ നബി ചോദിച്ചു, ഇഹ്ദാ സൗആതിക യാ മിഖ്ദാദ്, പള്ളിയിൽ മലർന്ന് കിടന്ന് ചിരിച്ചു ഉരുണ്ട് മറിയുമ്പോ നബി ഞങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ, നിങ്ങളുടെ വസ്ത്രം ഔറത്ത് കണ്ടുപോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. നിങ്ങളുടെ ഔറത്ത് നോക്കണേ, ഔറത്ത് നോക്കണേ. അപ്പൊ നബി തങ്ങളോട് പറയുന്നു, നബിയേ, ഉണ്ടായ കഥ പറയാം. അങ്ങയുടെ പാല് കുടിച്ച ആള് ഞാനാ നബിയേ. പേടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങ് എനിക്കെതിരെ ദുആ ചെയ്യുമോ? അങ്ങ് ദുആ ചെയ്തല്ലോ, എനിക്കാര് ഭക്ഷണം നൽകുന്നുവോ അവർക്ക് ഭക്ഷണം കൊടുക്കണേ റബ്ബേ. ആ പ്രാർത്ഥനയുടെ പ്രതിഫലം എനിക്ക് വേണം. തങ്ങൾ പറഞ്ഞു, നിന്റെ 2 കൂട്ടുകാര് ഉറങ്ങുന്നില്ലേ, അവരെയും വിളിക്ക്, പാലുണ്ടല്ലോ. വേണ്ട നബി, അവര് രാവിലെ കുടിച്ചാൽ മതി. എന്റെ റസൂൽ അങ്ങ് കുടിച്ചാൽ അത് മതി എനിക്ക്. അങ്ങയുടെ പ്രാർത്ഥന എനിക്ക് വേണം. അവരൊക്കെ അവരുടെ ഓഹരി കുടിച്ച് കിടന്നവടാ നബിയേ.